കുറച്ച് മണല് വേണമായിരുന്നു. മണലല്ല പിന്നെ ഇവിടെ മാങ്കച്ചോടാ. സോറി ചേട്ടന്മാരെ. ഒരു പെട്ടിയോട്ടോ മണലിന് വില 1000 രൂപയാ. എന്താ വേണോ? അതെ, ഇന്നലെ 600 ആയിരുന്നല്ലോ. വില ഞങ്ങൾക്ക് വായി തോന്നിയത് പറയും, വേണമെങ്കിൽ കൊണ്ടുപോയാൽ മതി. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് ചേട്ടന്മാരെ. സ്വന്തം ആവശ്യത്തിനാ, ഒരു പാവപ്പെട്ടവനാണ്. പാവങ്ങൾക്ക് വില കുറച്ച് കൊടുക്കാൻ ഇത് റേഷൻ കടയൊന്നുമല്ല. നോ പ്രോബ്ലം. അതൊക്കെ ശരിയാക്കാം. 6, 7, 8, 9, 10. നിങ്ങളുടെ സന്തോഷാണ് എന്റെ സന്തോഷം. ഇത് 1000 ഉണ്ട്. വായി തോന്നുന്ന വിലക്ക് നീയൊക്കെ അങ്ങോട്ട് പുളുത്തും അല്ലടാ. പടപ്പ് ജോണി നായിന്റെ മോനെ, നീ സകലകല വല്ലവരല്ലടാ. മോഷണം പിടിച്ചു പറി, ഇപ്പൊ മണലൂറ്റും. ഇനി പത്തി പൊക്കിയ വെട്ടി കൂട്ടി ഞാൻ കണ്ടാ പന്നെ. കുപ്പിയാൻ പരീത് കുഴൽപ്പണത്തിന് ഇടപാടുള്ളടാ. ചൊവ്വര ശിവൻ, പട്ടൂർക്കുന്ന് ശുഭാശി, പട്ടിക്കര പാപ്പു, ഓണാമ്പള്ളി മുജീബ്, ബ്ലേഡ് ബൈജു, പോട്ടി മാർട്ടിൻ. പോട്ടാ എന്റെ അടുത്ത് വേണ്ടേട്ടാ. കൂടുതൽ കളിച്ച ബ്രേസർ ഇടിക്കും ഞാൻ. ബ്രേസർ പോട്ടേന്ന് വെക്കപ്പോ ഞാൻ നിയമവിരുദ്ധമായിട്ട് ഇവിടെ ഒന്നും നടത്തില്ല. ഞാൻ പാസ്സില്ലാതെ ഒരു തരി മണല് പോലും എന്റെ പരിധിന്ന് പോവില്ല. അതിന് ഏത് സർക്കിള് വിചാരിച്ചാലും. ഇപ്പൊ പോയിക്ക നിങ്ങൾ സ്വന്തം ജാമ്യത്തില്. ഇനി നിങ്ങളൊക്കെ എന്റെ കൈ കിട്ടിയാൽ നിന്റെ അണ്ടർവേൾഡ് കിണ്ട ഞെരടി പൊട്ടിക്കും ഞാൻ. അത് ഈ സാറ പറയണേ. എന്താണ് കുറ്റം? അധികം വിളഞ്ഞാണ്ടില്ല. മണലൂറ്റി നിർത്തി പഞ്ചസാര ഉരുക്കി നിന്റെ കണ്ണാക്കിലൊഴിച്ച് ചോര ഞാൻ ഊറ്റും കേട്ടാ. പിള്ളേ വെള്ളക്കടലാസിൽ ഒപ്പിട്ട് മേടിച്ച് രൂപമാരൊക്കെ പറഞ്ഞു വിട്ടാരേ. ശരി സാർ. പിള്ളേ, ഇത് പുള്ളക്കളിയല്ല. നോക്കിയും കണ്ടു നിന്നാ നിങ്ങൾക്ക് നല്ലത്. അല്ലാതെ തല ഇരിക്കുമ്പോ വാലാടാൻ ശ്രമിക്കേ. എന്തിനാ സാർ ശ്രമിക്കണേ? എന്നാ നല്ലത്. നഗരത്തിലെ ഗുണ്ടാ നേതാവ് കരിമ്പായിക്ക് അജ്ഞാത സംഘത്തിന്റെ ക്രൂരമർദ്ദനം. അപ്പോ പറഞ്ഞതുപോലെ പണി പാഴ്സലായിട്ട് കരിമ്പായിക്ക് എത്തിച്ചു കൊടുത്തു അല്ലേ? വെൽഡൻ. ആ, ഞാൻ പറഞ്ഞ വാക്ക് ഇന്നാ പിടി എന്റെ പളനിമല കണ്ണാ. ആ പിടിക്കടാ. നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ആ പുതിയ ഇറക്കുമതി ആളിത്തിരി പശ. ഓ, ടോമി സെബാസ്റ്റ്യൻ, മൈ സബോർഡിനേറ്റ് ആൻഡ് എക്സ്പ്ലോസീവ് ബ്ലാക്ക് മാൻ. സൂക്ഷിക്കണം, മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നെങ്ങാണ്ട് ഒരു തേങ്ങാക്കൊലയൊക്കെ അയാൾ വാങ്ങിച്ചിട്ടുണ്ട്. അയാളുടെ പ്രിയപ്പെട്ടവനാ. ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആകാൻ നിൽക്കുന്നത് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റില്ല. ഭദ്രൻ തമ്പുരാന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ ഈ ടോമി സെബാസ്റ്റ്യൻ ഞങ്ങൾ പേടിക്കണമെന്നാണ് സാർ പറഞ്ഞു വരുന്നത്? ഒന്ന് സൂക്ഷിക്കുന്നതല്ല. ഇങ്ങോട്ട് ആര് ചൊറിയാൻ വന്നാലും പൂളിക്കളയും ഞാൻ. പിന്നെ സ്വർഗരാജ്യത്തിന്റെ ദൈവം തമ്പുരാന്റെ ഇൻകമിങ് കാത്ത് ഔട്ട് ഗോയിങ്ങിന് പോലും പോവാനാവാതെ ബെഡിൽ തന്നെ കിടക്കേണ്ട ഗതി വരുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം സബോർഡിനേറ്റിന്. വാടാ. വെൽക്കം മിസ്റ്റർ ക്ലീൻ, ടോമി സെബാസ്റ്റ്യൻ. താങ്ക് യു സാർ. ഞാനൊരു 3 ദിവസം ലീവിലായിരുന്നു. എങ്കിലും എല്ലാം അറിഞ്ഞു കേട്ടോ. സംസ്ഥാനത്തെ മികച്ച സബ് ഇൻസ്പെക്ടർക്കുള്ള ആഭ്യന്തര വകുപ്പിന്റെ അംഗീകാരം കിട്ടിയ മഹാൻ. ഗുഡ്. പിന്നെ വടക്ക് വാളയാർ സ്റ്റേഷൻ മുതൽ തെക്ക് മാവേലിക്കര സ്റ്റേഷൻ വരെ ക്ലീൻ ചെയ്ത് കുളിപ്പിച്ച് കുട്ടിക്കുറ പൗഡർ ഇട്ട് കുട്ടപ്പനാക്കിയ ജഗജില്ലൻ ടോമി സെബാസ്റ്റ്യൻ. ഇനി പെരുമ്പാവൂരും അങ്ങനെ പ്രത്യേകിച്ച് ഊരുന്നില്ലേ സാർ? കീപ് ഇറ്റ് അപ്പ്. പിന്നെ പെരുമ്പാവൂരിനെ നല്ലവണ്ണം ഉരച്ചൊരച്ച് മിനുക്കി പൗഡർ ഇട്ട് തേക്കണം. പറ്റുമെങ്കിൽ കുറച്ച് ഫെയർ ആൻഡ് ലവ്ലി കൂടെ ചേർത്താൽ നന്ന്. യെസ് സാർ. ഈ ഇട്ടാവട്ടത്തിന്റെ ഉടനെ സാറിന്റെ കൃപയും കരുണയും കാരുണ്യം ഉണ്ടെങ്കിൽ എന്താ ഞാൻ ഈശ്വരനാണെന്ന് വല്ലതും തോന്നിയോ? ആർക്കും ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റില്ലല്ലോ. ഈ ഈശ്വരനൊപ്പം വേണം വിജയം നേടാൻ. വെൽ ഡൺ മിസ്റ്റർ ടോമി സെബാസ്റ്റ്യൻ, വെൽ ഡൺ.
ആ അതൊക്കെ പോട്ടെ, താനാ സി എമ്മിന്റെ മരുമകനാണെന്ന് ഞാൻ അറിഞ്ഞത്, ശരിയാണോ? അല്ല സാർ, ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള സത്യ. സത്യത്തെയും ധർമ്മത്തെയും നീതിയും സംരക്ഷിക്കാൻ ഈശ്വരൻ വിവേകവും വിവരവും ബുദ്ധി തന്നിട്ടുള്ള മനുഷ്യ വംശത്തിൽ പിറന്നവർ എന്നൊരു ബന്ധം. ഉവ്വ. എന്നാ ഞാൻ അങ്ങോട്ട്. എത്ര പ്രാവശ്യം ചോദിക്കുന്നു, ഇനിയെങ്കിലും ഒക്കെ ഒന്ന് പറ ആരാ ചെയ്തെന്ന്. ഞാൻ പറഞ്ഞതല്ലേ മുഖംമൂടി ഉണ്ടായിരുന്നെന്ന്. ആരായാലും എനിക്ക് ഇപ്പൊ അറിയണം. വരാനുള്ളത് വന്നു, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇയാൾക്കൊന്നും പറ്റിയില്ലേ? എടോ കരിമ്പായി, തന്നെ ആരാ തല്ലിയേ? തന്നെ ആരോടോ മർദ്ദിച്ചേ? ആളറിയില്ല സാർ. തനിക്ക് ആളറിയില്ല? അതെങ്ങനെയാ? മുഖംമൂടി ഇട്ടിരിക്കല്ലേ, ആളാരാന്ന് തിരിഞ്ഞില്ല. തിരിയും, അല്ലെങ്കിൽ ഞാൻ തിരിപ്പിക്കും. പമ്പരങ്ങളെ കണ്ടണ്ട, അതുപോലെ അടിച്ചത് ആരാന്ന് തിരിച്ചറിഞ്ഞില്ല അല്ലേ? വിളച്ചിൽ എന്റെ അടുത്ത് എടുക്കല്ലേ? തന്നെ പോലുള്ള തല്ലുകൊള്ളി കുതിരകളെ കുറെ കണ്ടിട്ടുള്ളവനെ ഈ സാറ്. മൂന്നാംകട നമ്പർ എന്റെ അടുത്ത് വേണ്ട. ഞാൻ ഇത് കുറെ കണ്ടതാ സാറേ, ഈ ആരംഭ ശൂരത്വം. കുറെ കഴിയുമ്പോ അടുപ്പിൽ വെള്ളം ഒഴിച്ച് കെടുത്തുന്നത് പോലെ കെടും ഈ തീ. എന്നൊരു ഫയർഫോഴ്സ് വണ്ടി വിളിച്ചിട്ട് വേണോ മലന്ന് കിടന്ന് തരാം കിടത്താനായിട്ട്. എടോ കടുക്ക കിളവാ, നിർത്തിക്കൊള്ളണം ഡെലിവറി. വേണ്ട സാറേ, ശവത്തി കുത്തിയിട്ട് ഒരു കാര്യമില്ല. തനിക്കറിയാം ആരെ പൂട്ടിയെന്ന്. സ്വന്തമായിട്ട് അങ്ങ് തിരിച്ച് പൂണ്ട് വിളയാടാന പരിപാടി ഇങ്ങ വേണ്ട. തന്റെ ഈ മുറിവൊക്കെ ഒന്ന് പൊറുക്കട്ടെ, തന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം കേട്ടെ. അവരൊന്നും കുഴപ്പക്കാരല്ല സാറേ. ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ. തല്ലി പൊളിക്കണോ സാറേ? താൻ ഈ ജബ്ബാർ മേത്ര അറിയോ? ജബ്ബാർ മേത്തറോ? അതാരാ? കേൾക്കില്ലടോ. ഗുണ്ടാ നേതാവ് കരീംബായി, ഖാദർ ഹസൻ, മണൽ മാഫിയ നേതാവ് പളനിമുരുകൻ എന്ന വട്ടപ്പേരുള്ള കണ്ണൻ, പിന്നെ ഈ നാട്ടിലെ സകലമാന തെണ്ടികൾ തെമ്മാടികൾ, അവരൊക്കെ നിങ്ങൾ നന്നായിട്ടറിയും. എന്താ കാരണം? അവര് ചക്കരകുടങ്ങളല്ലേ, അതിൽ കൈയിട്ടിളയ്ക്കാൻ നിങ്ങൾക്ക് നക്കാലോ. എന്നാ കേട്ടോ ജബ്ബാർ മേത്ര ആരാന്ന്. 980കളിൽ തുടങ്ങിയ സമരമാണ് മേത്രയുടേത്. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം മണലൂറ്റി നദികളില്ലാതാക്കിയ മലയാളിക്ക് അന്നേ മേത്ര മുതലാളി ഒരു താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നേ എല്ലാവരും മേത്ര കളിയാക്കി. പരിസ്ഥിതി സംരക്ഷണത്തിന് മയക്കും കോളാമ്പുമായി ഇറങ്ങിയ മേത്രക്ക് പ്രാന്താണെന്ന് വരെ പറഞ്ഞു. ഇപ്പൊ പരിസ്ഥിതി സംരക്ഷകരായ ഒരുപാട് നേതാക്കന്മാർ മുൻനിരയിലുണ്ട്. മേധാ പട്കർ, അരുന്ധതി റോയ്, ജയശ്രീ ടീച്ചർ, സുഗതകുമാരി, ലീല മേനോൻ, അങ്ങനെ പലരും. ഇപ്പോഴത്തെ പരിസ്ഥിതി സ്നേഹികൾ പറയുന്ന തന്നെ 10-30 വർഷം മുമ്പേ മേത്ര പറഞ്ഞിരുന്നു. അന്ന് മേത്ര കള്ളക്കേസ് ഉണ്ടാക്കി പീഡിപ്പിക്കാൻ നമ്മുടെ പോലീസും അന്തസ്സായിട്ട് കൂട്ടുനിന്നിരുന്നു. മേത്ര പറഞ്ഞെന്താണെന്നറിയോ? ഭൂമിയുടെ മുകളിൽ സ്പോഞ്ച് പോലുള്ള ഒരു ആവരണമാണ് മണൽ. സ്പോഞ്ചിൽ വെള്ളം നിറച്ച് ഞെക്കിയാൽ എന്താ ഉണ്ടാവാ? വെള്ളം പുറത്തു വരും. അതുപോലെ ഭൂമിയുടെ ഉപരിതലത്തിൽ ജലം സംരക്ഷിക്കുന്ന കർമ്മമാണ് മണൽ ചെയ്യുന്നത്. മണൽ മുഴുവൻ ഊറ്റിയെടുത്താ പിന്നെ ഈ ഭൂമിയിൽ വെള്ളം നിലനിൽക്കില്ല. വെള്ളം വേണ്ട കുടിക്കാൻ നാളെ നമ്മുടെ മക്കൾക്ക് നമുക്കും. 1-2 ലോഡ് കണ്ണടച്ചു വിട്ടാലെന്ന് ഞങ്ങൾ കരുതിയുള്ളൂ. ഇനി അങ്ങനെ കണ്ണടയ്ക്കണ്ട, കണ്ണ് തുറന്ന് തന്നെ പിടിച്ചോ. നമ്മൾ വെള്ളം മുക്കാനും അവർ വെള്ളം പൊക്കാനും. ഇനി അത് വേണ്ട, നമ്മൾ പൊളിക്കുന്നു പിള്ളയെ. താഴ്ത്തത് എന്ത് അതിക്രമായി കാണിക്കണത്? ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ലാത്തോണ്ടാ. കിട്ടോ? ശരി. പോകട്ടെ പോകട്ടെ. ഇടുക്കി ഇടുക്കി ഇടുക്കി. മറിച്ചിട്ടോ മറിച്ചിട്ടോ. വെള്ളത്തിൽ കേട്ടോ.
അതിന്റെ അളിയുണ്ടെന്നല്ലോ വണ്ടി. സാർ ഈ കാണിക്കുന്നത് കണ്ണീ ചോരയില്ലായ്മയാ. എന്റെ അബൂബമ്പറെ, കണ്ണീ ചോരലായ്മ കൊണ്ടല്ല, പച്ചപ്പും വെള്ളവും വെളിച്ചൊക്കെ നാളെ ഈ കണ്ണിറയെ കാണണമെന്ന് ആഗ്രഹമുള്ളോണ്ടാ. ഓ, മെമ്പറുടെ മനസ്സ് പിടയ്ക്കണ്ടല്ലേ? പിന്നെ എങ്ങനെ പിടയ്ക്കാണ്ടിരിക്കുക? സ്വർണം കായ്ക്കണ മരല്ല മണൽ മാഫിയ. വല്ലപ്പോഴും പോയി ചെറിയൊരു ഒലത്ത് 10 പൊന്നു കിട്ടിയ പുളിക്കോ ഇല്ല മെമ്പറെ? മതി സാറ് പ്രസംഗിച്ചത്. സാർ ഈ കടവിൽ ഇപ്പോ കാണിച്ചത് അതിക്രമം തന്നെയാണ്. ശരിയാ, ഇത് നിയമവിരുദ്ധ. ഇവിടെ ചോദിക്കാനും പറയാൻ ആളുകളുണ്ട്. ഇതിലൊന്ന് ഡയൽ ചെയ്താൽ മതി, നിമിഷങ്ങൾക്കകം തെറിച്ചിരിക്കും തന്റെ ഈ തൊപ്പി. മനസ്സിലായി. തൊപ്പി കച്ചവടക്കാരന് ഒരു ദിവസം എത്ര തൊപ്പി തെറിപ്പിക്കും ചേട്ടൻ? സോറി എന്ന് വിളിച്ച നാവ് കൊണ്ട് എന്നെ കൊണ്ട് ബാക്കിയല്ലോ അമ്മയുടെ മണൽ മാഫിയ. ഈ നാട്ടിലെ പ്രമുഖ വ്യക്തികളെയും ജനപ്രതിനിധികളെയും പോലീസ് ഉദ്യോഗസ്ഥരെയും വിളിച്ചു ചേർത്തിരിക്കുന്നത് പരമപ്രധാനമായ ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുവാൻ വേണ്ടിയാണ്. കൂടുതൽ വിശദീകരണങ്ങൾ ബഹുമാനപ്പെട്ട പ്രദീപ് നായർ നൽകും. എസ് ഐ ടോമി സെബാസ്റ്റ്യന്റെ പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട്. ഐ റിയലി അപ്രീഷിയേറ്റ് ഹിം. ഇതുവരെ ഇവിടെ ഇരുന്നിട്ടുള്ള എസ് ഐമാർ മൊത്തത്തിൽ ശ്രമിച്ചിട്ടും കഴിയാത്ത ചില കാര്യങ്ങളാണ് മിസ്റ്റർ ടോമി സെബാസ്റ്റ്യന്റെ ഇമ്മീഡിയറ്റ് ആക്ഷൻ കൊണ്ട് നമുക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. താങ്ക് യു സാർ. പിന്നെ നിയമങ്ങൾ കാറ്റിൽ പറത്തി സാമ്പത്തിക ലാഭം മാത്രം മുന്നിൽ കണ്ട് മണലൂറ്റുകയും അത് ആവശ്യമുള്ളിടത്ത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വൻ മണൽ മാഫിയ സംഘമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അവരെല്ലാം വേരോടെ പിഴുതെറിയാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഒരു പരിധിവരെ നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അത് താങ്കളുടെ മാത്രം വിശ്വാസം, മറ്റുള്ളവർക്കൂടെ അത് ബോധ്യമാവണ്ടേ? ബോധ്യമാവില്ലേ സാർ? ദീപസ്തംഭ മഹാശ്വര്യം എനിക്കും കിട്ടണം തൊട്ട്. ഈ പ്രമാണം കച്ചത്തി വെച്ചുകൊണ്ടിരുന്ന പിന്നെ എങ്ങനെയാ ബോധ്യാവാ? ടോമി സെബാസ്റ്റ്യൻ, റിലാക്സ്, കൂൾ ഡൗൺ, കം ടു ദ പോയിന്റ്. എന്റെ പൊന്നു സാറേ, നിങ്ങൾ മലയാളത്തിൽ പറയും. അതിന് ഞങ്ങളാരും ജപ്പാൻകാരല്ല ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ. മിസ്റ്റർ ടോമിൻ, മണൽ മാഫിയ നിയന്ത്രിക്കുന്ന വൻ തോക്കുകളിൽ ആരെങ്കിലും ഒരാളെ ഇതുവരെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? 2-3 പോലീസ് വണ്ടിയും പൊക്ലീനും എടുത്തോണ്ടി എന്ന് പാവപ്പെട്ട തൊഴിലാളികളെ പിടിച്ചൊതുക്കിയ അത് വലിയ ധീര പ്രവൃത്തിയാണ് പോലും. തിരുവനന്തപുരത്തേക്ക് പോകാൻ അങ്കമാലിന് ട്രെയിൻ കയറിയിട്ട് ആലുവ എത്തിയപ്പോ തിരുവനന്തപുരം ഒന്ന് ആരാണ്ട് പറഞ്ഞിട്ട് ഞാൻ ചാടി ഇറങ്ങാറില്ല. തിരുവനന്തപുരം എത്തിന്ന് കണ്ടാലേ ഇറങ്ങൂ, അതും ട്രെയിൻ നിർത്തിയതിന് ശേഷം. ഇപ്പൊ മണൽ മാഫിയൊക്കെ നിങ്ങളുടെ വാലരിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. ഇനി തലരിഞ്ഞ് മുന്നിലിട്ട് തരും ഞാൻ. മാഫിയ എന്ന് കുറെ നേരമായിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ. മണലൂറ്റുന്ന തൊഴിലാളികളും മറ്റു മാഫിയയും സാറന്മാർക്ക് വലിയ മാന്യമാരോ ഒന്ന് എങ്ങനെയാ? മണലൂറ്റി കൊണ്ടുപോയിട്ട് തേങ്ങാപ്പീരയും ശർക്കരയും മേലക്കായിട്ടിട്ട് ഞങ്ങൾക്കാർക്ക് തിന്നാനൊന്നുമല്ല, കെട്ടിടം പണിയാനാ. എന്ന് വെച്ചാൽ എല്ലാ ഉന്നതന്മാർക്കും അധിവസിക്കാനുമാ. കളക്ടർക്ക് മണിമാളിക പണിയാൻ മണല് വേണ്ടേ? ഈ സദസ്സിലിരിക്കുന്ന വലിയൊരു സാറിന് ആലുവ ബൈപ്പാസിനടുത്ത് കൊട്ടാരം പോലൊരു വീടുണ്ട്. ചുരുങ്ങിയൊരു പുഴയുടെ 1/4 ഭാഗം മണൽ ഞങ്ങളെ കൊണ്ട് അടുപ്പിച്ചേ. അപ്പോ എല്ലാരും ഈ മാഫിയുടെ ഭാഗമല്ലേ സാർ? അല്ലെങ്കിൽ ഈ നാട്ടിൽ പുതിയൊരു നിയമം ഉണ്ടാക്കണം. ഇനി എല്ലാരും ചെറ്റപ്പുര ഉണ്ടാക്കിയാൽ മതി, അല്ലാത്തൊരു കെട്ടിടം ഉണ്ടാക്കണ്ടെന്നേ. എന്താ സാധിക്കൂ? എന്താ അതിന്റെ പേര്? കണ്ണൻ. പളനിമല കണ്ണൻ. പഴനിമല കണ്ണനാണോ, ഗുരുവായൂർ കണ്ണനാണോ, അല്ല ആലില കണ്ണനാണോ എന്നൊക്കെ പറയാൻ എന്റെ വായിൽ നാവുണ്ട്. ഞാൻ ഊമയെല്ലാം സാറിന് അറിയാലോ. നീ ഊമയല്ല, നാക്കും മൂക്കും ഒപ്പം തുമ്പിക്കൈയുള്ളവനാന്ന് എനിക്കറിയാം. ഒരു വേശ്യയുടെ ചാരിത്ര പ്രസംഗം ഇപ്പൊ ഇവിടെ നടത്തിയ നീ പെരുമ്പാവൂരിലെ പെരുമ്പാമ്പുകളുടെ രാജകുമാരനാണെന്നും അറിയാം. എന്നാ ഇന്ന് ഇവിടെ വെച്ച് പെരുമ്പാവൂരിലെ അസിയായി ഞാൻ നിനക്കൊരു നെറ്റിപ്പട്ടം കൂടി ചാർത്താൻ പോവാ. കിങ് കോബ്ര രാജവമ്പാൽ എന്ന നെറ്റിപ്പട്ടം ചാർത്തട്ടോ? സ്വീകരിച്ചു കഴിഞ്ഞു. എന്താ സാർ ഈ വേശ്യയുടെ ചാരിത്ര പ്രസംഗം? ഒന്ന് വിശദീകരിച്ചു തരാമോ? അതിനാദ്യം നീ ജീവിതം എന്തെന്ന് പഠിക്ക്. സർ, ഏത് കോളേജിലെ ജീവിതം പഠിപ്പിക്കുന്നേ? പെറ്റതള്ള വീട്ടിലാണെങ്കിൽ പോയി ചോദിക്കടേ. പെറ്റ തള്ളയില്ലെങ്കിൽ പറഞ്ഞു തരാം ഞാൻ. രാമം ദശരഥം വിദ്യം മാം വിദ്യം ജനകാത്മജം അയോധ്യാം മാടവീം വിദ്യം ഗജ്ജത്താതി യഥാസുഖം. ഇത് രാമായണത്തിലൊരു ശ്ലോക. രാമനും സീതയ്ക്കൊപ്പം കാട്ടിലേക്ക് പോയ ലക്ഷ്മണൻ അമ്മ ചൊല്ലിക്കൊടുത്തൊരു ഉപദേശ. ആദ്യം അമ്മയിൽ നിന്ന് പഠിക്കുന്ന ജീവിതം. പിന്നെ ഏത് രാജവെമ്പാലാണെങ്കിലും ചവിട്ടിയാ കടിക്കും. പക്ഷേ ഈ ഭൂമിയിലെ സകലമായ ഇഴജന്തുക്കളുടെയും ഭൂമിശാസ്ത്രവും ചരിത്രവും ജീവശാസ്ത്രവും രസതന്ത്രം പഠിച്ച് ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് കിട്ടിയവന്റെ കാൽവിരൽ തുമ്പിലാവരുത്. അഥവാ പത്തിപ്പൊക്കിയാൽ
ടോമി സെബാസ്റ്റ്യനെ പൂട്ടണം. പൂട്ടിയേ പറ്റൂ. പൂണ്ട് വിളയാടുകല്ലേ കള്ള ഹിമാറ്. ഇന്നലെ സുലൈമാൻ സേട്ടിന്റെ 70 ലക്ഷത്തിന്റെ കുഴൽപ്പണം അവൻ പിടിച്ചെടുത്തേ. നമ്മുടെ റൂട്ട് സേഫാ. സേഫും ലോക്കറും ഒക്കെ അവന്റെ മുമ്പിൽ നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. പൊളിച്ചടക്കാൻ നടക്കുകയല്ലേ പന്ന പഹയൻ. ആ പളനിമല കണ്ണന് ടോമി സെബാസ്റ്റ്യനും ഇടഞ്ഞു നിൽക്കല്ലേ? ഈ ഗ്യാപ്പിലോട്ട് നമുക്കൊരു ബോംബ് വെച്ചു കൊടുത്താലോ? അത് തന്നെയാടാ ഞാനും ആലോചിക്കുന്നേ. പഴനിമല കണ്ണൻ ടോമി സെബാസ്റ്റ്യൻ, ഒരു ബോംബ് കൊണ്ട് 2 കഴുകന്മാർ. സുലൈമാനെ, ഞങ്ങളുടെ മണ്ണുമടയിൽ കയറി നീയൊന്ന് കളിച്ചപ്പ ഞങ്ങള് നിന്നെ ചവിട്ടി അരച്ച് വിട്ടതല്ലേ. പിന്നെ എന്തിനാ ഇനിയും ചൊറിയാൻ വരുന്നേ? കണ്ണനെ അറിയാലോ. ആ പന്നിയുടെ മോനെ ഒഴിവാക്കേണ്ട സമയമല്ലേ? ആയി ആയി. അവന്താ ഇതിനെ ഉള്ളൂ. എന്നാ പിന്നെ ഞങ്ങളെന്നാ പിന്നെ കേട്ട് ചെല്ലി ചെല്ലി